ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം. ഹരേ. 5-ാം സ്കന്ധം 23-ാം അധ്യായം. ധ്രുവസ്ഥിതി. ശ്രീശുകൻ പറഞ്ഞു, ഋഷികളുടെ സ്ഥാനത്തിൽ നിന്നും 13 ലക്ഷം യോജന മീതെ വിഷ്ണുവിൻ്റെ പരമമായ സ്ഥാനം എന്നു പറയുന്നിടത്ത് മഹാഭാഗവതനും ഉത്താനപാദസുതനുമായ ധ്രുവൻ വർത്തിക്കുന്നു. അഗ്നി, ഇന്ദ്രൻ, പ്രജാപതിയായ കശ്യപൻ, ധർമ്മൻ എന്നിവർ ഒരേയിടത്ത് ഒത്തുചേർന്ന് നക്ഷത്രരൂപത്തിൽ ബഹുമാനപൂർവം ധ്രുവനെ വലം വച്ച് ആദരിക്കുന്നു. കൽപ്പകാലം വരെ സർവജീവികളാലും സേവ്യമാനനായി ഇന്നും വർത്തിക്കുന്ന ആ ധ്രുവൻ്റെ മാഹാത്മ്യം മുമ്പ് തന്നെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ദുരൂഹവേഗത്തോടുകൂടിയ കാലസ്വരൂപനും അപ്രമത്തനുമായ ഭഗവാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹനക്ഷത്രാദികളായ സർവജ്യോതിർഗണങ്ങൾക്കും കെട്ടുകുറ്റി എന്ന പോലെ ആശ്രയഭൂതനായി ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട മട്ടിൽ ഈ ഗ്രഹം സദാ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിക്കാരൻ കളമുറ്റത്ത് ധാന്യം മെതിക്കാനായി തിരുകുറ്റിക്കിട്ട് കാളകളെ അവരവരുടെ സ്ഥാനം വിടാതെ അതിനു ചുറ്റും നടത്തിക്കുകയും ത്രികാലങ്ങളിലും അവയെ മാറ്റി മാറ്റി കെട്ടുകയും ചെയ്യുന്ന പോലെ കാലചക്രത്തിൽ ഈശ്വരനാൽ നിയുക്തങ്ങളായ ഗ്രഹർഷ താരാമണ്ഡലങ്ങളും ധ്രുവനെ അവലംബമാക്കി മേൽഭാഗത്തോ കീഴ്ഭാഗത്തോ നിന്നുകൊണ്ട് വായുവാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് യഥാക്രമം ആകൽപ്പാന്തം ചുറ്റി സഞ്ചരിക്കുകയാണ്. ആകാശത്തിൽ മേഘങ്ങളും പരുന്തുതൊട്ട പർവ്വക്കൂട്ടങ്ങളും വായുവിനും സ്വകർമ്മങ്ങൾക്കും അധീനരായിട്ട് എങ്ങനെ സഞ്ചരിക്കുന്നുവോ അതുപ്രകാരം ജ്യോതിർഗണങ്ങളും പരമ്പുമാനും പ്രകൃതിദേവിയും ചേർന്ന് അനുഗ്രഹിക്കയാൽ സ്വകർമ്മഗതി അനുസരിച്ച് അത് ഭൂവിൽ വീഴാതെ ചരിക്കുന്നു. ഭഗവാൻ വാസുദേവൻ്റെ യോഗധാരണ കർമ്മത്തിൽ ഉപയോഗപ്പെടാവുന്ന നിലയിൽ ജ്യോതിശ്ചക്രത്തെ ഒരു മുതലയുടെ വടിവിലായും ചിലർ സങ്കല്പിച്ചു വരാറുണ്ട്. വളഞ്ഞു പിന്നോക്കം നോക്കുന്ന രീതിയിൽ കിടക്കുന്ന അതിൻ്റെ വാലിനറ്റത്ത് ഔത്താനപാതനായ ധ്രുവനെ കൽപ്പിക്കാമെങ്കിൽ വാലിൻ്റെ ബാക്കി ഭാഗത്ത് കശ്യപൻ, വഹ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവരും വാലിൽ മൂലത്തിൽ ധാതാവ്, വിധാതാവ് എന്നീ ദേവന്മാരും കടിപ്രദേശത്തിൽ സപ്തർഷിമാരും വർത്തിക്കുന്നു എന്ന് പറയാം. വലത്തോട്ട് വളഞ്ഞ ഉടലിൻ്റെ വലതുഭാഗത്ത് ഉത്തരായണ നക്ഷത്രങ്ങളെ കൽപ്പിക്കാമെങ്കിൽ ഇടതുഭാഗത്ത് ദക്ഷിണായന നക്ഷത്രങ്ങളും വർത്തിക്കുന്നു എന്നു പറയാം. കുണ്ടലാകാരമായി കിടക്കുന്ന അതിൻ്റെ ഇരുഭാഗത്തും ഈ നിലയ്ക്ക് അവയവങ്ങൾ, നക്ഷത്രങ്ങൾ തുല്യസംഖ്യകളായി നിൽക്കുന്നു. ഉദരത്തിൽ സ്വർണതിയായ ഗംഗയും പൃഷ്ഠഭാഗത്തിൽ അജവീധിയും വലതുഭാഗത്തിൻ്റെ ആദ്യ ഭാഗം സ്ഥിതി ചെയ്യുന്നു. നിതംബത്തിൻ്റെ ഇരുവശത്തുമായി പുണർതവും പൂയവും, ഇടം വലം കാലുകളിൽ ആയില്യവും തിരുവാതിരയും, മൂക്കിന് രണ്ടു വശത്തായി ഉത്രാടവും അഭിജിത്തും, ഇടം വലം കണ്ണുകളിൽ പൂരാടവും തിരുവോണവും, ഇടം വലം ചെവികളിൽ മൂലവും അവിട്ടവും, ഇടത്തെ വാരിയെല്ലിൽ ഉത്തരായണ ഭാക്കുകളും, മകീര്യം മുതൽക്ക് ക്രമത്തിൽ വഴിയോട്ട് എണ്ണിയാൽ കിട്ടുന്നവയുമായ 8 നക്ഷത്രങ്ങളും, പുരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം. ഇടത്തും വലത്തുമായ സ്കന്ധങ്ങളിൽ തൃക്കേട്ടയും ചതയവും വർത്തിക്കുന്നു. താടിയെല്ലിൻ്റെ മീതെ വശത്തിൽ നക്ഷത്രരൂപനായ അഗസ്ത്യനും, കീഴ്ഭാഗം യമനും, മുഖത്തിൽ ചൊവ്വയും, ഉപസ്ഥത്തിൽ ശനിയും, വക്ഷസ്ഥലത്തിൽ ആദിത്യനും, പിൻകഴുത്തിൽ ബൃഹസ്പതിയും, ഹൃദയത്തിൽ ശ്രീനാരായണനും, മനസ്സിൽ ചന്ദ്രനും, നാഭിയിൽ ശുക്രനും, സ്തനങ്ങളിൽ നാസത്യന്മാരും, പ്രാണാപാനങ്ങളിൽ ബുധനും, കണ്ഠത്തിൽ രാഹുവും, സർവാംഗങ്ങളിലുമായി കേതുക്കളും, രോമകൂപങ്ങളിൽ മറ്റു സർവതാരാഗണങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഭഗവാനായ മഹാവിഷ്ണുവിൻ്റെ സർവദേവതാമയമായ ഈ പ്രതിരൂപത്തെ എല്ലാ ദിവസവും സന്ധ്യയിൽ നിശബ്ദമായും വിശുദ്ധമായും മനസ്സിൽ സ്മരിച്ചുകൊണ്ടും ജ്യോതിർലോകത്തെ അഭിവീക്ഷിച്ചുകൊണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണം. തേജസ്വരൂപനും കാലാധിഷ്ഠാനുഭൂതനും സൂര്യാദി തേജോഗോളങ്ങളുടെ അധിപതിയുമായ മഹാപുരുഷന് നമസ്കാരം എന്ന്. ഹരേ. ഗ്രഹർഷതാരാമയമാധിദൈവികം കാലസ്വരൂപം ഭഗവത് സ്വരൂപം മൂവട്ടവും മന്ത്രയുധം ഭജിക്കുവോർക്ക്
അക്കാലദോഷം നിഖിലം നശിക്കും. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 23-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.